ഹായ് ഫ്രണ്ട്സ്, നമ്മൾ LDC പരീക്ഷ മുൻനിർത്തി മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് 6/8/2014 നടന്ന LDC SR4 PH ഇരുപതിൽ നടന്ന എക്സാമിൻ്റെ ആൻസർ കെ ആണ്. 116/2014 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. LDC പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി LDC പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ PDF തയ്യാറാക്കിയിട്ടുണ്ട്. 2013 മുതൽ 2023 വരെ കേരള PSC നടത്തിയ 50 സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു PDF ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു PDF വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡെമോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു PDF വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച സമിതി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏത് വാതകമാണ്? കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61. ഫാൽക്കെ അവാർഡ് ഏത് വിഭാഗത്തിനാണ് കൊടുക്കുന്നത്? സിനിമ. പ്രിൻസിപ്പ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഐസക് ന്യൂട്ടൺ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അയർലൻഡ്. ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെ? ബാബർ, ഇബ്രാഹിം ലോധി. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം സിക്കിൾ സെൽ അനീമിയ. 2014 ജനുവരി മാസം റാഞ്ചിയിൽ നടന്ന 59ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻ കേരളം. ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കൊറമാൻഡൽ തീരം. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഹൈദരാബാദ്. ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. 2013 ഡിസംബർ 5 മാഡിബ ലോകത്തോട് വിട പറഞ്ഞു. ആരാണത്? നെൽസൺ മണ്ടേല. TC യോഹനാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിനാണ്? അത്ലറ്റിക്സ്. 2013 ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഹയാൻ. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതി സ്വരാജ് ട്രോഫി. ക്ലോറോഫ്ലോറോ കാർബൺ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയതാര്? മാഗ്നസ് കാൾസൺ. താഴെ കൊടുത്തവയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി. തൊഴിൽ നികുതി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലമേത്? മീററ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത്? ലൂയി പാസ്റ്റർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നുള്ള നിയമം ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്ന്? 2005. സാധാരണ ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേതാണ്? ടങ്സ്റ്റൺ. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ഈ രോഗത്തെ തടയാം. അനീമിയ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്? PSLV C-25. പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹം അലൂമിനിയം.
സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണത്തിനായി 2012 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി. സി അച്യുതമേനോൻ. BCG കുത്തിവയ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ്? ക്ഷയം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. പൂർണ്ണാന്തര പ്രതിഫലനം. 1999 ഏപ്രിൽ 1 ആരംഭിച്ച സമഗ്ര ഗ്രാമീണ ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി. സ്വർണ്ണ ജയന്തി ഗ്രാമ റോസ്ഗാർ യോജന. സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചിപ്കോ പ്രസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി AD 1500 കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. പെഡ്രോ അൽവാരിസ് കബ്രാൾ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ലാഹോർ സമ്മേളനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. സൈലന്റ് വാലി. ഇന്ത്യയിൽ കാപ്പി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം. കർണാടകം. സ്വയം മാറ്റമൊന്നും വരാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വസ്തുക്കളാണ് രാസത്തരകങ്ങൾ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കരതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശ്. ഇനി ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേര് ഇബ്രാഹിം റൈസി. ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. 2023 മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ വെച്ച് നടന്ന 67ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് ടൂർണമെൻറ്റ് ചാമ്പ്യന്മാർ കേരളം. 2023 മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ വെച്ച് നടന്ന 67ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് ടൂർണമെൻറ്റ് ചാമ്പ്യന്മാർ കേരളം. ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതി ഇജാസ് ഖാൻ. ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതി ഇജാസ് ഖാൻ. 2023 വയലാർ അവാർഡിന് അർഹമായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയുടെ കർത്താവ് ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡിന് അർഹമായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയുടെ കർത്താവാണ് ശ്രീകുമാരൻ തമ്പി.